ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിച്ച G20 ഉച്ചകോടി സമാപിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാഫോസയാണ് ഔദ്യോഗിക സമാപനം പ്രഖ്യാപിച്ചത്. ഉച്ചകോടിയുടെ മൂന്നാം സെഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്തു. ജോഹന്നാസ്ബർഗിൽ നടന്ന IBSA നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലുല ഡി സിൽവ എന്നിവർ പങ്കെടുത്തു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പിന് ഇടമില്ലെന്നും ഏകോപനം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 50.47 കോടിയിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 9 സംസ്ഥാനങ്ങൾ, 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തിയുള്ള രണ്ടാം ഘട്ടത്തിന് ഈ മാസം 4-നാണ് തുടക്കമായത്. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് അവസാനിക്കും. പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം മറ്റന്നാൾ മുതൽ വെള്ളിയാഴ്ച വരെ നടക്കും. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന് രാവിലെ 11-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ സമർപ്പിക്കാം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇരു രാജ്യങ്ങളിലെയും വ്യാപാര സമൂഹത്തിന് നേരത്തെ തന്നെ ഉറപ്പാക്കുന്നതിന് ഇത് സഹായിക്കും. ലോകത്തിന് ഒരു സുഹൃത്തും വിശ്വസ്ത പങ്കാളിയുമായി ഇന്ത്യ മാറിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശബരിമലയിൽ ഞായറാഴ്ച രാത്രി 7 വരെ എത്തിയത് 69,295 ഭക്തർ. ഇതുവരെ ആകെ എത്തിയവരുടെ എണ്ണം 6.5 ലക്ഷം പിന്നിട്ടു. രാത്രി 7 വരെയുള്ള കണക്ക് പ്രകാരം നിലയ്ക്കലിലും വണ്ടിപ്പെരിയാറിലുമായി ഞായറാഴ്ച 11,516 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനെത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ മാഹി നാളെ മുംബൈ ഡോക്യാർഡിൽ കമ്മീഷൻ ചെയ്യും. അന്തർവാഹിനികൾക്കെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള കപ്പലാണ് ഇത്. കപ്പലിൽ 80%-ലധികം തദ്ദേശീയ ഉപകരണങ്ങളും ഘടകങ്ങളുമാണ് ഉള്ളത്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചടങ്ങിൽ സന്നിഹിതനാകും. 4-ാം ദിനത്തിലും മികച്ച പ്രേക്ഷക പങ്കാളിത്തം ഉറപ്പാക്കി 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. നീലഗിരീസ് എ ഷെയർഡ് വൈൽഡ്നസ്, മുക്കം പോസ്റ്റ് ബോംബിൽവാടി, സിക്കാർ എന്നീ ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർ പങ്കെടുത്ത ചർച്ചാ പരിപാടി ശ്രദ്ധേയമായി. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ടൈഗർ, സീസൈഡ് സെറൻഡിപ്പിറ്റി എന്നീ ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടി. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ ലോകകപ്പ് T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. കൊളംബോയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ നേപ്പാളിനെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഗുവാഹട്ടിയിൽ ഇന്ത്യൻ പുരുഷ ടീമിനെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കൂറ്റൻ സ്കോർ. സെനൂരൻ മുത്തുസ്വാമിയുടെ സെഞ്ചുറി കരുത്തിൽ 489 റൺസാണ് ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 9 റൺസ് എടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ KL രാഹുൽ നയിക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ടീമിലുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന്. ഫൈനലിൽ ജപ്പാൻ താരം യുഷി തനാക്കയെ 21-15, 21-11 എന്ന സ്കോറിനാണ് ലക്ഷ്യ പരാജയപ്പെടുത്തിയത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള ഗൾഫ് എയർ വിമാന സർവീസുകളുടെ എണ്ണം 4-ൽ നിന്ന് 7-ആയി വർദ്ധിപ്പിച്ചു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഇനി മുതൽ 2 സർവീസ് ഉണ്ടാകും. ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് മറ്റ് സർവീസുകൾ. കാൽനട മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെയുള്ള അപ്രോച്ച് റോഡ് നാളെ മുതൽ ബുധനാഴ്ച വരെ അടച്ചിടും. യാത്രക്കാരും മറ്റു വാഹനങ്ങളും തിരുവമ്പാടി ESI ഹോസ്പിറ്റൽ റോഡ് ഉപയോഗിക്കേണ്ടതാണെന്ന് റെയിൽവേ അറിയിച്ചു. വയനാട് വാരാമ്പറ്റയിൽ ഇന്നലെ രാത്രി ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ പ്രതിയെ വെള്ളമുണ്ട പോലീസാണ് പിടികൂടിയത്. വയനാട് കൽപ്പറ്റയിൽ 1 മണിക്കൂർ നീണ്ട കനത്ത മഴയിലും കാറ്റിലും പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഷീറ്റുകൾ പറന്ന് നിലത്ത് വീണു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.